ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഷൊർണൂരിൽ പരുത്തിപ്പർ ഗവൺമെന്റ് യുപി സ്കൂളിലേക്കുള്ള ഏക വഴിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ച റെയിൽവേയുടെ നടപടി. ഇതോടെ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നുവരുന്നതിൽ പ്രതിസന്ധി. 200-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള വഴിയിലാണ് റെയിൽവേയുടെ നടപടി. ഷൊർണൂർ പരുത്തിപ്പുറ സർക്കാർ യുപി സ്കൂളിലേക്കുള്ള ഏക വഴിയാണ് ഈ കാണുന്നത്. 11 അടിയോളം വീതി ഉണ്ടായിരുന്ന റോഡ് റെയിൽവേ അധികൃതർ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ 8 അടിയിൽ താഴെയായി ചുരുങ്ങി. സ്കൂൾ നിൽക്കുന്നത് സ്വകാര്യ സ്ഥലത്താണെങ്കിലും റെയിൽവേയുടെ അധീനതയിലുള്ള ഈ റോഡിലൂടെ കടന്നു വേണം സ്കൂൾ കോമ്പൗണ്ടിലെത്താൻ. ഇക്കഴിഞ്ഞ 25-നാണ് റെയിൽവേ പ്രദേശത്തെ 300 മീറ്ററോളം ഭാഗം ഇരുമ്പ് റാഡുകൾ ഉപയോഗിച്ച് ഫെൻസിംഗ് നടത്തി അടച്ചത്. ഇത് ട്രാക്കിന് മറുഭാഗത്തുള്ള പള്ളിപ്ര മാരിയിൽ നഗറിലെ 35ഓളം കുടുംബങ്ങൾക്കും വെല്ലുവിളിയായി. ഈ കുടുംബങ്ങളും കാൽനടയായാണെങ്കിലും റെയിൽ മുറിച്ചു കടന്നുപോകാൻ ഉപയോഗിച്ചിരുന്നത് ഇതേ വഴി തന്നെയാണ്. ഭാരമേറിയതും വലുതുമായ വാഹനങ്ങൾക്ക് മുനിസിപ്പൽ സ്കൂൾ റോഡിലൂടെ കടന്നുവരാൻ കഴിയാത്തത് സ്കൂളിന് വലിയ ഭീഷണിയായി മാറി. ദീർഘകാലങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം ചെന്ന് പൊളിഞ്ഞു വീഴാറായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പകരം പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ 1 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാനിരിക്കെയാണ് റെയിൽവേ റോഡിന്റെ വീതി കുറച്ചത്. ലോറികൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾക്ക് ഈ വഴിയിലൂടെ കടന്നുപോകാൻ കഴിയാതെ വന്നു. നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ സാധനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ എത്തിക്കാൻ ഒരു നിർവാഹവുമില്ല. സർക്കാർ അനുവദിച്ച ഫണ്ട് ലാപ്സായി പോകുമോ എന്ന ഭീതിയിലാണ് സ്കൂൾ അധികൃതർ. നിർമ്മാണം തുടങ്ങാൻ എന്തു ചെയ്യുമെന്നറിയാതെ കരാറുകാരൻ 4 തവണ സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോയി. റെയിൽവേ സ്ഥാപിച്ച ഫെൻസിംഗ് മറികടന്ന് ഭാരവാഹനങ്ങൾ വഴിയിലൂടെ കടന്നുപോയാൽ വാഹനങ്ങൾക്ക് പിഴ ചുമത്തും എന്നാണ് റെയിൽവേയുടെ താക്കീത്. തൊട്ടടുത്ത നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ ട്രാക്ക് കടന്നുപോകുന്നതിനാൽ വലിയ വാഹനങ്ങൾ ട്രാക്കിലേക്ക് ചരിയാനോ മറിയാനോ സാധ്യതയേറെയാണെന്നാണ് റെയിൽവേ പറയുന്നത്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന കൗൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു. വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കാണാൻ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഏകദേശം ഒരു മാസത്തോളം ഈ വിദ്യാലയത്തിന് സർക്കാർ അനുവദിച്ചു തന്ന ഫണ്ട് ഈ ടെൻഡർ ചെയ്ത് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ റെയിൽവേ ഇവിടെ ഒരു ഫെൻസിങ് ഇട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഇതിന് വേണ്ട സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിഘ്നം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് ഈ പരുത്തിപ്പുറ സ്കൂളിൽ ട്രിപ്പ് എടുക്കുന്ന ഡ്രൈവറാണ്. സ്കൂൾ വണ്ടിയിൽ ഒരു 6-7 വർഷമായി ഉണ്ടാവും. അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിൽ ഇവിടെ പല രീതിയിലും എനിക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ പോകാതെ തന്നെ ഇവിടെ വണ്ടി തിരിച്ചതിന് എനിക്ക് വാണിംഗ് ആകുന്നുണ്ട്. ഇവിടെ ഇട്ട് വണ്ടി തിരിക്കാൻ പാടില്ല, ഇവിടെ വണ്ടി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പരമാവധി ഇപ്പോൾ ഗവൺമെൻറ് യു പി സ്കൂളായപ്പോൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയണമാതിരി സ്കൂളിൽ എത്തിക്കാനും ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ സ്കൂളിലേക്ക് വണ്ടി വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനെന്തെങ്കിലും മാർഗങ്ങൾ കാര്യങ്ങൾ കാണണം.